വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഗീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കേക്ക് ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ, ഞങ്ങളുടെ മോളാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 1/4 കപ്പ് മൈദയും 1/2 കപ്പ് പശു നെയ്യും എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര 1 കപ്പ്, അത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പാല് 1/4 കപ്പിൽ കുറച്ചധികം. പിന്നെ 2 കോഴിമുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, പിന്നെ ഒരു നുള്ള് ഉപ്പും. ഇനി നമുക്ക് ആദ്യം ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടിന്നൊന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പശു നെയ്യ് എടുത്ത് നമുക്ക് കേക്ക് ടിന്നിലൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് മൈദ ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് 8 ഇഞ്ചിലുള്ള ലോഫ് പാനാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഷേപ്പിലുള്ള പാൻ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ഇനി ഉള്ളിൽ നമുക്ക് അടിവശത്ത് മാത്രം ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ നല്ല ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഓവണ് 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. നമുക്കിനി മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുവിധം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പയിൽ ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. മൈദയിൽ ബേക്കിംഗ് പൗഡറും ഉപ്പും നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ 2-3 പ്രാവശ്യം അരിക്കുന്നത്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വളരെ ചെറിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സ്പാറ്റിൽ ഉപയോഗിച്ച് സൈഡിൽ നിന്നൊക്കെ നന്നായി തട്ടിക്കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ ഗീൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ക്രീമി ടെക്സ്ചർ വരുന്നവരെ നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള 2 കോഴിമുട്ടയിൽ നിന്ന് ഒരെണ്ണം ആദ്യം ഒഴിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. നമ്മൾ കേക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന കോഴിമുട്ടയും പാലും ഒക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ഇത് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കോഴിമുട്ടയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് മൈദയും ബേക്കിംഗ് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മൈദ ഒന്നിച്ച് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, 2-3 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ഒന്നിച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഫോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മൈദ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ, ബീറ്റർ ഉപയോഗിക്കരുത്. അപ്പം മൈദ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഫോൾഡ് ചെയ്യാം.
ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മൈദയും പാലും 2-3 പ്രാവശ്യമായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിൻ്റെ അടുത്ത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് അവനിൽ വെച്ച് ഒരു 180 ഡിഗ്രിയിൽ 40 to 45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന്. ഒരു സ്ക്വയർ വെച്ചൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതിന് മേലൊന്നും ബാറ്ററൊന്നുമില്ല, നല്ല ക്ലീനാണ്. ഇനി നമുക്ക് കേക്കിൽ നിന്ന് കേക്ക് എടുത്തതിന് ശേഷം അടിയിൽ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ നീക്കിയിട്ട് ചൂടാറാൻ വേണ്ടി സ്റ്റീലിൻ്റെ റാക്കിൽ വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ കേക്ക് നല്ല സോഫ്റ്റാണ്. നമ്മൾ കേക്കൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഈ കേക്ക് നമുക്ക് ചായൻ്റെയും കാപ്പിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.